ഹലോ നമസ്കാരം, ഞാൻ അമലാണേ. നമ്മുടെ ജൂൺ ജൂലൈ മാസമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ. എല്ലാ വർഷവും ഈ മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഞാനും മാമനും ഞങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആറുകളിലും തോടുകളിലൊക്കെ പോയി മീൻ പിടിക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ, പുഴമീൻ പിടിക്കുന്ന പരിപാടി. അപ്പോൾ അതിനുവേണ്ടി ഈ വർഷവും അതിൻ്റെ പതിവൊന്നും തെറ്റിക്കാതെ ജൂലൈ മാസം ഞങ്ങളിതേ മഴയൊക്കെ തുടങ്ങി ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്കും മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ട്? വലയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വലിയ മീൻ പിടുത്തമൊന്നും വിചാരിക്കണം കേട്ടോ. ഞങ്ങൾ ചുമ്മാ സമയം പോകാൻ വേണ്ടി വരുന്നതാണ്. വൈകുന്നേരത്തേക്ക് വീട്ടിൽ ഞങ്ങൾ ചുമ്മാ ഒന്ന് വറുത്ത് തിന്നാനും പിന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ഈ മീൻ പിടുത്തം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ മടുക്കുന്ന പരിപാടിയല്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും 2-3 വീശൊക്കെ വീശി. ഇവിടെ ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീശി നോക്കിയിട്ട് ഒരുപാട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ വല അതിൻ്റെ കൂടെ ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വല അടിച്ച് കറക്കിയൊക്കെ വരും, പിന്നെ കുരുങ്ങിയൊക്കെ ചെയ്യും. അപ്പോൾ മാമൻ പറഞ്ഞു ഇവിടുന്ന് ചാൻസ് ഇല്ല മീൻ കിട്ടാനായിട്ട്, അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കായിട്ടോ പോയത്. ഒരു വട്ടമെങ്കിലും മീൻ പിടിക്കാൻ ഇതുപോലെ പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ക്രൈസ്. അത് കുഴപ്പമില്ല. തുടക്കത്തിൽ ഞങ്ങളെ മടുപ്പിച്ചെങ്കിലും പിന്നെ ഞങ്ങൾക്ക് അടുത്ത വീശിൽ ഒരു മീൻ മാത്രമാണ് കേട്ടോ അതിനകത്ത് കിട്ടിയത്. പിന്നെ അത് ഇപ്പോൾ വീശിയപ്പം അത്യാവശ്യം 2-3 മീനൊക്കെ ഉണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു മീൻ പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരു സമയമുണ്ട്, വൈകുന്നേരങ്ങളിലും അതുപോലെ അതിരാവിലെയൊക്കെ പോകുമ്പോഴാണ് മീൻ കിട്ടുന്നതെന്നൊക്കെയാണ് മാമൻ പറയുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ സമയമൊന്നും നോക്കി വരാറില്ല. ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയേക്കാന്ന് കരുതി ഞങ്ങൾ അന്നേരം പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നല്ല ആഴം ഉണ്ടായിരുന്നു, ഇവിടെ വല കുടുങ്ങി, നല്ല അത്യാവശ്യം ഒഴുക്കുമുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ മരച്ചില്ലകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ആ സമയത്ത് വല കുടുങ്ങിയിട്ട് എടുക്കുന്ന പരിപാടി കേട്ടോ. ഈ വല വീശാൻ വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ, വല കുടുങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഈ കാണുന്നത് ഞങ്ങളൊക്കെ വീശിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഒന്നും കിട്ടത്തില്ല, വല വിരിയത്തുമില്ല. മാമനൊക്കെ നല്ല എക്സ്പീരിയൻസ്, തഴക്കവും പഴക്കവും വന്ന ആൾക്കാരാണ് വീശുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വീശിക്കഴിഞ്ഞാൽ വല ഇങ്ങനെ കുരുങ്ങി കറങ്ങിയൊരു വീഴക്കുക. എന്തായാലും മാമൻ ഞങ്ങൾക്ക് ഒരു വട്ടം വീശാൻ തന്നുള്ളൂ. അത് പരാജയപ്പെട്ടതോടെ മാമൻ വല മേടിച്ച് വീശാൻ തുടങ്ങി. എന്തായാലും ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം മീനെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, എൻ്റെ അടി വീണിട്ടുണ്ട്. ഞങ്ങളിതേ കുറേ നേരം വലയൊക്കെ വീശി ക്ഷീണിച്ചിവിടെ ഇരിക്കുക കേട്ടോ, കഥയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ മരച്ചില്ലയിൽ ഒരു തുണി ഇങ്ങനെ കെട്ടിയേക്കുന്നത്, അറുത്തെടുത്തേക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോഴാണോ ഇവൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ആരും തൂങ്ങി മരിച്ചത്. അങ്ങനെ ഞങ്ങൾ ആ പുഴയോരത്തിരുന്ന് കഥയൊക്കെ പറഞ്ഞ് അവിടെ തൂങ്ങി മരിച്ചെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആ സ്ഥലം വിട്ടു കേട്ടോ. അത് മാത്രമല്ല മീനും അധികം കിട്ടുന്നില്ലായിരുന്നു. അവിടെ നിന്ന് വിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് വന്ന് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് മീൻ കിട്ടി. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമല്ല, ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് വറുത്ത് കഴിക്കാനുള്ള മീനൊക്കെ കിട്ടി കേട്ടോ. തുറന്നിട്ട് നോക്ക് മീനുണ്ടോ. എന്ത് ഇത്ര മീൻ കിട്ടിയില്ലേ? 3 മീനോ 5 മീനില്ലേ? ഇത്ര മീൻ പിടിച്ചത് എന്റെ ഭാഗ്യം. പെരുവെള്ളത്തിനാണ് പിടിക്കുവാൻ. പെരുവെള്ളത്തിൽ ഒറ്റ വീശിന് വല അടിച്ചാൽ കൊണ്ട് കൈ കളയോ. ഞാൻ അണേ വന്നാൽ ചെറുക്കാൻ ആണ്ടേക്കാനോട് പേര് ഒരു വറപ്പിനുണ്ട്. ഇത് കാണിച്ചാണ്. അയ്യോ കാണിക്കോട്ടെ, വീഡിയോ എടുക്കുന്ന കണ്ടില്ലേ? മണുപ്പിലുണ്ടെന്ന് പറയുമ്പോൾ പോകാൻ നന്ദി മീനെ കാണുന്നു. പാത്രത്തിട്ടിട്ട് എടുക്കാടാ, കറണ്ടും പോയല്ലേ. പിടിക്കാനോ
ജീവൻ കാണും, വെള്ളം വെച്ചു. പണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയുള്ള ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ കിട്ടുന്ന മീനെല്ലാം വെള്ളത്തിലിട്ട് വെക്കും ജീവനോടെ കേട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ഒരു ദിവസം ബക്കറ്റിലേക്ക് ഇട്ട് വെച്ച് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ്. അത് തന്നെയായിരുന്നു പരിപാടി. അത് ഇവിടെ വന്ന് വെള്ളം വെച്ച് നോക്കിയപ്പോൾ ഒന്നിനും ജീവനില്ല, എല്ലാത്തിനും തട്ടി കേട്ടോ. തോട്ടുമീൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക, ആവശ്യത്തിന് വെളുത്തുള്ളി ചതച്ചിടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക. ഇന്ന് കിട്ടുമോ കുരുമുളക്? കുരുമുളക് പൊടി വിതറുക. പിന്നെ സാധാ മുളക് പൊടി കുറച്ചിടുക. ആവശ്യത്തിന് എരി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടുക. കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇടേണ്ടുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. രാവിലെയും നല്ലതായിരിക്കും. എന്നിട്ട് ഇളക്കുക, നല്ലപോലെ പുരട്ടി വയ്ക്കുക. ഇതിനകത്ത് കരിയാപ്പിലയും ഇടണം. അപ്പോൾ തൻ്റെ തോട്ടുമീൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വറുത്ത് സെറ്റപ്പ് ആക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പടപടയും നമ്മൾ 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കും കേട്ടോ. അതിൻ്റെയൊക്കെ അമ്മ എക്സ്പീരിയൻസ്ഡ് ആണ്. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നാലും ഞങ്ങളിടയ്ക്ക് കുറ്റമൊക്കെ പറയും, എരി കൂടി ഉപ്പില്ല എന്നൊക്കെ പറയും. അത് സർവ്വസാധാരണം ആസ് യൂഷ്വൽ നടക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാം നമ്മുടെ തോട്ടുമീൻ.